ഈ ശൈവജാപം കുലച്ചിട്ടാണല്ലോ മറ്റേ ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കുന്നത്. അവിടെ ഈ പറയുന്ന രീതിയിൽ ഏറ്റവും ശുഭമുഹൂർത്തം നോക്കി അവിടെ താമസിച്ചാൽ പോരല്ലോ, അയാൾക്ക് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോരാതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അഭിജിത്ത് മുഹൂർത്തം നോക്കി അതിൽ നടന്നു എന്നാണ് പറയുന്നത്. അത്യാവശ്യ ഘട്ടത്തിൽ എടുക്കേണ്ട ഒരു സാധനം മാത്രമാണ് അഭിജിത്ത് മുഹൂർത്തം. ഒരു കല്യാണത്തിന് മുഹൂർത്തം നോക്കേണ്ട ആവശ്യകതയുണ്ടോ? പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, നമ്മുടെ ഗുളിക കാലം നോക്കേണ്ട ആവശ്യമുണ്ടോ? പോയിന്റ് നമ്പർ 3, അഭിജിത്ത് മുഹൂർത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ? സാർ, ഇതെല്ലാം സാധാരണപ്പെട്ട ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ്. സാർ ഇതിന് കൺക്ലൂഷൻ തരാമോ? പറയാം. നമ്മുടെ മുഹൂർത്തം നോക്കേണ്ട വിഷയമാണല്ലോ. മറ്റേ എന്തു ശുഭകാര്യം ചെയ്യുന്നതിനും മുഹൂർത്തം നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിന് ഞാനൊരു അനുഭവം വളരെ ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ലെങ്കിൽ, ജ്യോതിഷ വിഷയങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും, ഞാൻ ഒരു ചേന നട്ടു. അതായത് ഒരു ചേന മേടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ നടുക്കൊരു മുള വന്നിരുന്നു. അത് 5-6 കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഞാൻ അതിൻ്റെ നടുക്കുള്ള ആ മുളയുള്ള കഷ്ണം കൊണ്ടുവന്ന് പൂരാട നക്ഷത്രത്തിൽ കൊണ്ടുവന്ന് നട്ടു. അന്ന് അത് ബാക്കി അവിടെ വെച്ചിരുന്നു. അത് എൻ്റെ ഭാര്യ അല്ലാത്ത ദിവസം പോയി ആ 3-4 മുളയില്ലാത്തത് കൊണ്ടുവന്ന് നട്ടു. ഞാൻ പൂരാടത്തിൽ നട്ടത് മുളച്ചില്ല, അവൾ മുളയില്ലാത്തത് കൊണ്ടുവന്ന് നട്ടതൊക്കെ മുളച്ചു. ഒത്തിരി അനുഭവങ്ങൾ ഈ കാര്യത്തിലുണ്ട്. പിന്നെ തച്ചുശാസ്ത്ര വിഷയത്തിൽ തന്നെ കാണുവാണെങ്കിൽ ഈ സ്ഥാനം കാണുന്നതിന് മാത്രം, അല്ലെങ്കിൽ കുറ്റി വയ്ക്കുന്നതിനാണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ കല്ലിടുന്നതിനാണ് പ്രധാനമായിട്ടും തച്ചുശാസ്ത്രത്തിൽ മുഹൂർത്തം പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന രീതിയിൽ സ്ഥാനം കാണുന്നതിനും ഒരു ശുഭമുഹൂർത്തമാണ് എങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ സ്ഥാനക്കാരനെ എല്ലാ ദിവസവും പണിയാൻ പറ്റില്ല. ഇപ്പം കേരളത്തിലെ തന്നെ പ്രശസ്തനായ ഒരു സ്ഥാനക്കാരൻ ഈ പറയുന്ന രീതിയിൽ ഒരു ദിവസം സ്ഥാനം കാണുന്നത് ഞാൻ കണ്ടതാണ്. അന്ന് ഉച്ചവരെ ഈ പറയുന്ന രേവതി നക്ഷത്രവും അതിനുശേഷം അശ്വതി നക്ഷത്രവുമായിരുന്നു. അപ്പോൾ ഗണ്ണാന്ത സമയത്ത് ആണ് അദ്ദേഹം കണ്ട് കുറ്റിവെച്ചത് എന്ന് ഞാൻ കണ്ടതാണ്. എൻ്റെ ആ വീട് പണിയിലുണ്ടായില്ല അവിടെ എന്നുള്ളതാണ് വേറൊരു വസ്തു. അപ്പോൾ എപ്പോൾ എന്തു കാര്യം ചെയ്യുമ്പോഴും മാക്സിമം ഈ പറയുന്ന രീതിയിൽ നല്ല സമയം നോക്കി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ സാർ പറഞ്ഞ ക്ലിയറാണ്. ഈ രാഹുർ കാലം ആവശ്യത്തിനും ആവശ്യമില്ലാതെയും നോക്കുന്നുണ്ട്. പറയാം. ഞങ്ങളുടെ സഭയിൽ സുവിശേഷകരിൽ പലരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മണിക്കൂർ 2 മണിക്കൂർ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു അരമണിക്കൂർ സുവിശേഷത്തെ രാഹുകാലത്തെ പറ്റി കുറ്റം പറയാനോ ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യം പ്രമാണങ്ങളിൽ പറയുന്നത് ഈ രാഹുകാലം 2-3 ദിവസത്തെ ദീർഘയാത്രയ്ക്ക് നോക്കാനാണ് പറയുന്നത് പൊതുവെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ കലൂരത്തെ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഒരു ആവശ്യത്തിന് പോവുകയാണെങ്കിലും രാഹുകാലത്ത് പോകുന്നതും പോകാതിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിനിപ്പോൾ ദീർഘയാത്ര ആവണമെന്നില്ല, ഏത് യാത്രയ്ക്കും ചെറു യാത്രകൾക്കും രാഹുകാലം നോക്കുന്നതായിരിക്കും നല്ലത്. പറയുന്നത് ദീർഘയാത്രയ്ക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വേറെ ഒരു കാര്യത്തിനും രാഹുകാലം വർജിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ വേറൊരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, യാത്ര പോകാൻ പാടില്ലാത്ത സമയത്ത് കല്യാണമാവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമാന്യ മനുഷ്യൻ്റെ തലയിലേക്ക് കയറുന്ന വിഷയമല്ല. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നവൻ പരിഹാസനായി തീരും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഞാനാണത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് ഇന്നാരെ കൊണ്ട് ചെയ്യിച്ചാൽ അങ്ങനെ ഇരിക്കുള്ളൂ എന്നും പറയും. ശരി. അപ്പോൾ ഈ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും രാഹുൽകാലം നോക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽകാലം എല്ലാത്തിനും നോക്കണ്ട എന്നുള്ളതാണ് പലരും പറയുന്നത്. അതെ, ഇപ്പം പ്രമാണങ്ങളതാണ് പറയുന്നത്. അതുപോലെ ഈ കല്യാണത്തിന് മുഹൂർത്തം നോക്കിയ കല്യാണോ മുഹൂർത്തം നോക്കാത്ത കല്യാണോ അക്സെപ്റ്റൻസും ഉണ്ട്, ഡൈവേഴ്സും ഉണ്ട്. വളരെ നല്ല മുഹൂർത്തം നോക്കി കഴിക്കുന്ന കല്യാണങ്ങൾ ഡൈവേഴ്സിലേക്ക് പോകുന്നുണ്ട്. പല അമ്പലങ്ങളിലും മുഹൂർത്തമില്ലാതെ, നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രം, മുഹൂർത്തം നോക്കാതെയാണ് കല്യാണം നടക്കുന്നത്. എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഈ മുഹൂർത്തം നല്ല മുഹൂർത്തമാണ് നോക്കുന്നത് എന്ന് നമ്മളൊരു വിശ്വാസമാണത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിൻ്റെ വലിയ സമ്പന്നരായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഉന്നത തലങ്ങളിലിരിക്കുന്നവരൊക്കെ ഒരു വിവാഹം നടത്തുകയാണെങ്കിൽ അവരുടെ വിവാഹം അവർ എല്ലാം സൂപ്പറായി നോക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൽ പലപ്പോഴും അതിലൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ മുഹൂർത്ത പദവിയിൽ പറയുന്ന വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടൊരു മുഹൂർത്തം എടുക്കുക അത്ര എളുപ്പമല്ല.
അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും അങ്ങനെയാണെങ്കിൽ ഗണിച്ചിട്ടിരിക്കുന്ന മുഹൂർത്തത്തിൽ തന്നെ കർത്തൃദോഷം ഒഴിവാക്കിയെടുക്കേണ്ടി വരും. അതത്ര എളുപ്പമല്ല ഈ കാലഘട്ടത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന എടുക്കുന്ന മുഹൂർത്തങ്ങൾക്കൊക്കെ എന്തെങ്കിലും പരിമിതികൾ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഹോള് കിട്ടുക ഇപ്പോഴത്തെ ഒരു വലിയ വിഷയമായിട്ടാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ മുഹൂർത്തത്തിൻ്റെ പ്രസക്തി സാർ പറയുന്നത് പൂർണ്ണമായിട്ടും സമയം നോക്കി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അല്ല, അത് ഏറ്റവും എന്ത് കാര്യവും ഏറ്റവും നല്ല സമയം നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ കല്യാണ വിഷയത്തിലൊന്നും അത് നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രയാസം. ഓക്കെ, മാക്സിമം അതിന് സാധിക്കും, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ മറ്റേ നമ്മൾ പറഞ്ഞ ഗുളിക കാലം ചെന്ന് കയറാൻ ഏറ്റവും നല്ല സമയം ഗുളിക കാലമാണെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഒരിടത്തേക്ക് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുവാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലേക്കാണ് വരുന്നതെങ്കിൽ ഗുളിക കാലത്ത് ഇവിടെ വന്ന് കയറുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. രാഹുകാലത്തിന് മുമ്പുള്ള 1.5 മണിക്കൂറാണല്ലോ ഗുളിക കാലം. അതെ. അതുപോലെ അത് എല്ലാ സ്ഥലങ്ങളിലും പ്രാക്ടിക്കൽ ആവണമെന്നില്ല. ചിലപ്പോൾ രാഹുകാലം വെളുപ്പിനാണെന്നുണ്ടെങ്കിൽ അല്ല, നമുക്കും ഈ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുമാതിരി നേരം വെളുക്കുന്നവരെ രാവ് വെളുക്കുന്നവരെ പന്നി നിൽക്കുമോ എന്ന് ചോദിക്കും. പന്നീനെ വെടിവെക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഇപ്പോഴൊന്നും കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഈ അഭിജിത്ത് മുഹൂർത്തത്തിന്റെ പ്രാധാന്യം, അഭിജിത്തിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയതും കൊണ്ട് ആപത്തിങ്കിൽ കൈക്കൊള്ളാമെന്നാണ് പറയുന്നത്. അതിനൊരു ചരിത്രം പറയുന്നതെന്നു കഴിഞ്ഞാൽ ഈ ശൈവജാപം കുലച്ചിട്ടാണല്ലോ മറ്റേ ശ്രീരാമൻ്റെ സീതയെ വിവാഹം കഴിക്കുന്നത്. അവിടെ ഈ പറയുന്ന രീതിയിൽ ഏറ്റവും ശുഭമുഹൂർത്തം നോക്കി അവിടെ താമസിച്ചാൽ പോരല്ലോ, അയാൾക്ക് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോരണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അഭിജിത്ത് മുഹൂർത്തം നോക്കി അതിൽ നടന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ കോൺസിക്വൻസസിനെ പറ്റി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ അത്യാവശ്യ ഘട്ടത്തിൽ എടുക്കേണ്ട ഒരു സാധനം മാത്രമാണ് അഭിജിത്ത് മുഹൂർത്തം. അത് എപ്പോഴും ഉപയോഗിക്കേണ്ട ഒന്നല്ല. അങ്ങനെയല്ല, എന്തിനും ഏതിനും ഈ അഭിജിത്ത് മുഹൂർത്തം മതിയെങ്കിൽ പിന്നെ മുഹൂർത്ത പദവിക്ക് എന്ത് പ്രസക്തി? അതിന് യാതൊരു വിലയില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും സൗകര്യമായൊരു സമയമാണ് ഈ അഭിജിത്ത് മുഹൂർത്തം. കാരണം ഈ പറയുന്ന ഇതിൽ ഒരു 11:30 അടുത്തുള്ള 11:30-ക്കും 12:00-ക്കും ഇടയ്ക്കായിരിക്കുമല്ലോ മിക്കവാറും അഭിജിത്ത് മുഹൂർത്തം. അത് ആ സമയത്താണ് എങ്കിൽ പതുക്കെ വന്നാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങൾ നടത്താൻ എല്ലാം കൊണ്ടും സൗകര്യമാണ് ആൾക്കാർ നോക്കുന്ന കാര്യത്തിൽ. അതിന് വേണ്ടി അതുകൊണ്ട് ഈ അഭിജിത്ത് മുഹൂർത്തം പൊതുവേ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഈ അല്ലാത്ത ഒരു മുഹൂർത്തം കുറിക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ടേംസിനെ പറ്റിയൊന്നും മറ്റുള്ളവർ ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ ആളുകൾക്ക് അറിയാനും പാടില്ല. ഈ അഭിജിത്ത് മുഹൂർത്തം കുറിക്കട്ടെ എന്ന് ഒരു ജ്യോത്സ്യൻ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ആ വാക്കെങ്കിലും പറയാൻ അറിയാമെന്ന് മനസ്സിലാവുമല്ലോ. ശരി. ഞാനവ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മുഹൂർത്തം കുറിക്കാനൊക്കെ എളുപ്പമാണ്, അഭിജിത്ത് മുഹൂർത്തം കുറിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ കൂട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ രസം ഈ അഭിജിത്താണ് എന്ന് പറഞ്ഞ് എടുക്കുന്ന മുഹൂർത്തങ്ങൾ പലതും അഭിജിത്ത് ആയിക്കോളണമെന്ന്. കാരണം ശരിക്കും അതിന് വേണ്ട പ്രക്രിയ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വരെ എത്ര സമയം വരെ ചെന്നു, അതായത് ഉദയം മുതൽ 12 മണി വരെ എത്ര വരെ ചെന്നു, 12 മണിക്ക് ശേഷം എത്ര വരെ, അസ്തമയം വരെ എത്ര വരെ ചെന്നു, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൻ്റെ മധ്യം എടുത്ത് അതിൻ്റെ മധ്യത്തിലെ 4 വിനാഴിക 10 വിനാഴിക 4 മിനിറ്റ് ഒഴിവാക്കണമെന്നാണ്, അങ്ങനെ ചെയ്യണമെന്നാണ്. ആ കാൽക്കുലേഷൻ വരെ പല അഭിജിത്ത് മുഹൂർത്തങ്ങളിലും ഇന്ന് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഇത് അറിയാവുന്ന നിങ്ങളൊക്കെ കൂട്ടി നോക്കേണ്ടത്. സന്തോഷം. മുഹൂർത്തം എന്ന് പറയുന്നത് വളരെ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു സംഭവം കൂടെയാണ്. ചില കല്യാണത്തിനങ്ങളിൽ മാത്രം മുഹൂർത്തം നോക്കുന്നില്ല, പക്ഷേ പല മെജോറിറ്റി കാര്യങ്ങൾക്കും പല ഇവൻറ്റ്സിനും മുഹൂർത്തം നോക്കുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും മുഹൂർത്തങ്ങൾ നല്ലതായിരിക്കട്ടെ. രാഹുൽ കാലം അനാവശ്യ കാര്യങ്ങൾക്ക് ഫോളോ ചെയ്യാതിരിക്കട്ടെ. സന്തോഷം. നന്ദി. നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.